ഓർഡർ ആക്കുന്നെങ്കിൽ 2 ഷവർമ പറഞ്ഞു. ആ അതെന്ത് പിന്നെ സോപ്പല്ല, ലെക്സിന്റെ ചോക്ലേറ്റ് പറഞ്ഞു. ആയുർവേദിക് അല്ലേ ഇത്? എന്നും കയറായത് കടൂന്റെയും 19 വീക്കെല്ലാം കാണുന്നില്ല. ഏത് സോപ്പനാ? ആരായാലും ശരി എടുത്തിട്ട് ചെല്ല്, തവര മഞ്ഞ തന്നെയായിരുന്നു. ഹലോ, കൊട്ടേഷൻ. നിങ്ങ ബേജാറാവണ്ട, നിങ്ങളെ പണി ഞമ്മ ഏറ്റെടുത്തോളാം. ഫുൾ ഡീറ്റെയിൽസ് വാട്സപ്പ് നമ്പറിലേക്ക് വിട്ടോ. കപ്പി നമ്പർ കൊടുക്കണ നമ്മളെ. ഇനി ഈ അതോ ലോകം നമ്മ ഭരിക്കും. കുറച്ച് പൈസ കിട്ടിയാലെന്ത് വിളിക്കോ സിറ്റി തൂക്കറവനെ നാട്ടാരെല്ലാം അറിയട്ടെ. തബരന്റെ ഒടുക്കവും നമ്മളെ തുടക്കവും. ഞങ്ങൾക്കിനി കണ്ണുനീര് പോലുമില്ല. ഇനി ഒരു കൊട്ടാരമുറ്റത്തെ കോടതിയിലും യാതൊരു സത്യാഗ്രഹത്തിനും ഞങ്ങളില്ല. താരകാസുരനെ കുമാരൻ നിഗർഹിച്ചതിൽ വ്യഥപൂണ്ട താരകന്റെ വിധവ കുമാരനെ ശപിച്ചു. ആ ശാപപരിഹാരാർത്ഥം ഒരു കുമാരൻ ബ്രഹ്മചര്യയിലേക്ക് കടത്തുകയും ജ്ഞാനഫലത്തിനായി തിരഞ്ഞെടുക്കുന്ന കുമാരൻ എത്തിച്ചേർത്ത ഈ ഫലം പണ്ണിമല എന്ന ഇവിടമാണ് കുമാരൻ ദേവസ്വം.
ബെല്ലിന് നാടകം ആരംഭിക്കുന്നു. അതിനു മുൻപായി ഈ സ്റ്റേജിലേക്ക് കടന്നു വരാവുന്ന എല്ലാ വൈദ്യുതി ദീപങ്ങൾ അണച്ചതെന്ന് ഞങ്ങളോട് സഹകരിക്കും. കേൾക്കുന്നില്ല, ഉറക്കപ്പറി. ആരാ കാലി പൊളിക്കണ്ട ചങ്ങായി ആടെ ഉണ്ടാ. ഇങ്ങെന്തിനു പോയി വെറുതെ കൈയിടുന്ന? എന്ത് കടയിൽ ഇറങ്ങി തയ്ക്ക് പോയി? എട്ടിൽ പഠിക്കുന്ന പെണ്ണിന് ലവ് ലെറ്റർ കൊടുത്തിട്ടാകുമ്പോൾ നീ എന്ത് വിചാരിച്ച്? ഓളെ വീട്ടുകാർ വെറുതെ ഇരിക്കുന്ന ചാലപ്പൈലുകളെ. ഓൻ ലവ് ലെറ്റർ അല്ല, സണ്ണി ലിയോന്റെ ഫോട്ടോ അയച്ചു കൊടുത്തില്ല വാട്സപ്പില്. അല്ല, ഈ സണ്ണി ലിയോൺ ആര് മോനാ? നിന്റെ കുഞ്ഞുമാന്റെ മോളാ? ഓനെ താഴെ സിറ്റി ഓനക്ക് എന്തോ പറയാണ്ട് തോന്നുന്നു. ഓള് നമ്പർ എടുത്തോണ്ടല്ലേ ഓന് മെസ്സേജ് ഇട്ട. നീ എന്താ തുണിന്റെ ഉള്ളിലത്തെ വിഷയം പറയുന്ന? നിങ്ങൾ നമ്പർ തന്ന പെണ്ണുങ്ങൾക്കെല്ലാം മെസ്സേജ് അയക്കോ. അപ്പൊ കാര്യത്തിലേക്ക് വരാം. പെണ്ണിന്റെ ടീം നിങ്ങളെ ചാമ്പാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് 20,000 ഉറുപ്പ തന്നിന്. എത്ര? 20,000 ഉറുപ്പ. നിങ്ങൾക്ക് തീരുമാനിക്കാം, ചിന്തിക്കാൻ തല വേണ അല്ല നടക്കാൻ കാല് വേണമെന്ന്. എന്തേ ഇയാളെന്ത് ഭ്രാന്ത് പറയുന്നേ? തലയില്ലാതെ കാലുണ്ടായിട്ട് എന്ത് കാര്യം? ഗിറുഗിറു മാഫി അതാ മുദീർ. എന്താ മിയ മിയ? നിങ്ങൾ എന്ത് പറഞ്ഞു നമുക്ക് മനസ്സിലായി? എനെന്ത് മനസ്സിലാക്കാൻ? ഒരു 15,000 ഉറുപ്പ തന്നിട്ട് ബാക്കി ഞങ്ങൾ സെറ്റിൽ ആയിക്കോളാം. ഇന്നലെ തബരറപ്പിന്റെ ഒറ്റയടിക്ക് 5 പല്ലാണ് തായിട്ടത്. ഇന്ന് നിന്റെ 32 പല്ലും താക്കിടും. മനസ്സിലായ? വേണ്ട വേണ്ട, നിന്റെ കാല് പൊളിക്കാൻ വേണ്ടിട്ട് ഓരോ 20,000 ഉറുപ്പ തന്നേന്. ഇനി നിന്റെ കാല് പൊളിക്കാതിരിക്കാൻ വേണ്ടിട്ട് നീ ഒരു 10,000 തന്നത്. എന്തേ? ഒരു 2,000. എന്ത്? ഒരു 5,000.
എങ്ങനെ? നിങ്ങൾ ആരെങ്കിലും ഗൂഗിൾ പേ നമ്പർ തരും? ആ പേ ഇപ്പേ അതൊന്നുമില്ല, ഓൺലി ക്യാഷ്. ഉണ്ട്, ബാക്കി നാളെ തരാം. റപ്പി, ആ പൈസ വാങ്ങിച്ചോറ, ആ ഫോണും വാങ്ങിച്ചു വെച്ചോ. ആ വേറൊരു കാര്യമുണ്ട് മോനെ, നാളെ കാലത്തെ പോയിട്ടുണ്ടല്ലോ, നിന്റെ ആ ബെലത്തെ കാലിനുണ്ടല്ലോ, ആ ബെലത്തെ കാല് ഫുള്ള് ബാൻഡേജ് ഇട്ടോളണം, മനസ്സിലായില്ലേ? ഇനി മേലാല ആ പെണ്ണിന്റെ ഭാഗത്തേക്ക് നീ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ നിന്നോടും. ആ പിന്നെ ഇത് ആര് ചെയ്തതെന്ന് ചോദിച്ചെങ്കിലുണ്ടല്ലോ, റൈമുച്ചാവും ടീമും ചെയ്തതെന്ന് പറഞ്ഞോളണോ? ആ മനസ്സിലായല്ലോ. അങ്ങനെ ഫസ്റ്റത്തെ കൊട്ടേഷന് സക്സസ്. ആ പിള്ളേർക്ക് 2 കൂടെ പൊട്ടിക്കണം. ചെറിയ പിള്ളേരല്ലേ എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ, അത്ര മതി. റപ്പേ, നാളത്തെ കാര്യം മറന്നോണ്ട. പിള്ളമാരോട് ആ ബാക്കി പൈസ മേങ്ങിയിട്ട് ആ ഫോൺ തിരിച്ചു കൊടുത്തത്. ഞമ്മക്ക് എന്തിനു ഓരോ ഫോണ് അല്ലേ റസിദ്ധി? റപ്പി, നീ പൈസ വാങ്ങി മതി, ഫോണൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. അത് എനിക്ക് വേണം. അതെങ്ങനെ ഭായി? റൈമുച്ചല്ലേ നമ്മളെ താലെ, അപ്പൊ അയാൾ പറയുന്ന പോലെ കേൾക്കേണ്ടത്. നീ മുണ്ടാണ്ട് നിങ്ങതി, പൈസ ഞാൻ വാങ്ങിച്ചോളാം. സിദ്ധി, നമ്മൊന്ന് സന്തോഷത്തോടെ ലൈഫ് ഫീൽഡിലേക്ക് ഇറങ്ങിയത്. നീ രാവിലെ പറഞ്ഞില്ലേ, ആരോ നമ്മളേക്ക് തള്ളിയിട്ട പോലെയാണ് നമ്മയിലേക്ക് എത്തിയത്. അപ്പം വലിയ ചോരക്കളിയൊന്നും വേണ്ട. നമുക്കെല്ലാവർക്കും കുടുംബവും കുട്ടികളും എല്ലാം ഉണ്ടെന്നുള്ള ഓർമ്മ വേണം, മനസ്സിലായില്ലേ? അത് പറഞ്ഞ കറക്റ്റ് റൈമിച്ച. ഞമ്മ ഇന്ന് ചെയ്ത മാതിരി കൊട്ടേഷൻ തന്നാളെ കാര്യം കഴിഞ്ഞ് ഞമ്മക്ക് ഇങ്ങും കിട്ടിയ പൈസ ഇങ്ങും. കുറച്ച് ചോരക്കളിയൊന്നും ഇല്ലാണ്ട് എന്ത് കൊട്ടേഷൻ ഗ്യാങ് വാങ്ങി? സിദ്ധി, ഇനി ഞമ്മക്കൊരു മാറ്റമല്ല വേണം. ഈ കള്ളി മുണ്ടെടുത്തിട്ടൊന്നും ഞമ്മക്ക് ശരിയാവല. റപ്പി, ഞമ്മക്കൊരു വണ്ടി വേണ്ടാ. സാപ്പി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. തൽക്കാലം റൈമുച്ച എന്ത് പറയുന്നു ആ മാതിരി നമുക്ക് ചെയ്യാം. സാരയില്ലറാ സിദ്ധി, അവൻ്റെ ചോരത്തളപ്പിൽ പറയുന്നല്ലേ. എന്തായാലും ഒരു വണ്ടിയും വേണം. റൈമുച്ച, നാട്ടുകാർക്കെല്ലാം ഇപ്പൊ ഞമ്മളോട് ഒരു പേടിയുണ്ട്. ആ പേടി ഞമ്മക്ക് മുതലാക്കണം. അതെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങാരും എന്നോട് ചോദിക്കാണ്ട് പണിയൊന്നും ഏറ്റെടുക്കാൻ നിൽക്കണ്ട. ഭയ്യ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിലുണ്ടല്ലോ, നിങ്ങളെ പരക്കാരോട് സമാധാനം പറയേണ്ടത് ഞാൻ. അത് ഞമ്മ ചെയ്യോ റൈമുച്ച? അത് മതി. ആ അപ്പം എല്ലാവരും പിരിഞ്ഞു പോയിക്കോളെ. നാട്ടാവാതിരാളോട് നമ്മൾ കുറച്ച് ബിസി ആക്കിട്ട് പോവാൻ. ആളൂനെ പീടി എടുക്കാനായി. പിള്ളേർക്ക് മുട്ടായി കൊണ്ടുപോയില്ല, അങ്ങനെ ഓടും പിള്ളേരും കൂടിയിട്ട് എന്നെ പുരക്കേറ്റാല ഞാൻ പോന്നു. ഇത്ര വലിയ തവരറപ്പിനും ഗ്യാങ്ങിനും ചാമ്പ്യൻ ടീമിന്റെ നേതാവ്, എന്നിട്ടും ഇയാൾക്ക് കെട്ടിയോള പേടി എടുത്തോളം മാറി. ഒക്കൂന്ന്, ഇയാളല്ല കൊട്ടേഷൻ ഗ്യാങ്ങിന്റെ ലീഡറല്ലോ. സിദ്ധി, നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഇയാൾ ഉപദേശം കേട്ടിട്ട് നടന്നെങ്ങൊന്നും നമ്മളെ കാര്യം നടക്കാല. നീ എന്തെങ്കിലും പറഞ്ഞിട്ട് അയാളൊന്ന് ഒഴിവാക്ക്. സാപ്പി, നീ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു. ഇനി മേലാല് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല. നിനക്കൊന്നും കാണാത്ത, നിനക്കൊന്നും അറിയാത്ത ഒരു റൈമുച്ചാനെ ഞാൻ കണ്ടിന്. ആ റൈമുച്ചാനെ നീ കണ്ടിനെങ്ങ് നീ ഒന്നും ഒരു ബിസ്യമുണ്ടട്ടില്ല. നീ വെറുതെ ഭീഷ്മാന്റെ ഡയലോഗും പറഞ്ഞിട്ട് അയാളെ പൊക്കി വെക്കാൻ നോക്കണ്ട സിദ്ധി. അതന്നെ മൈക്കിളപ്പന് കുത്തുകൊണ്ട് കടന്ന പോലെ ഇയാളാരെ കുത്തില്ല മതിയായി. മൈക്കിളപ്പന് കുത്തുകൊണ്ട് കടന്ന പോലെ ഇയാളാരെ കുത്തില്ല മതിയായി. ആ ഈയിടെ എത്തില്ല. ആംപ് കഴിഞ്ഞ പാടന്നെ ലെഫ്റ്റ് റോഡുണ്ട്, അതിലെ വരണ്ട. രണ്ടാമത്തെ റൈറ്റ് റോഡിൽ പോയിട്ട് ആ റഫ് റോഡുണ്ട്, അതിലൂടിത്ത് വാ. ഓക്കെ. ആ സിദ്ധി കൊടുത്തുടാ. സിദ്ധിയും റൈമിച്ചാ കൂടിയിട്ട് പിള്ളേർക്ക് കഞ്ചാവ് കൊടുക്കുന്ന ആ ചെക്കനില്ലേ, ഓനെ കൊടുത്തിട്ട് ചാമ്പുന്നുണ്ട്. അപ്പൊ സിദ്ധി റൈമുച്ചാക്കിന് എവിടെയോ പോകാനുണ്ട്. അയാൾ എവിടെ പോവാൻ? അയാൾ ഇവിടെ തന്നെ ഉണ്ട്. സിദ്ധേ സാപ്പി വിളിക്കുന്നേ. ആ എന്തിനാപ്പി, നീ ആടറാ? നിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ.
അതാരാ വണ്ടിയില്? അതല്ല ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞത്, നമ്മളൊരു ടീമുണ്ട്, ഓർക്കൊരു ഹെൽപ്പ് വേണമെന്ന്. എടുത്ത ടീമറാ, എന്ത് ഹെൽപ്പ് വേണ്ടത്? നീ ഓരോട് വണ്ടി ഇറങ്ങാല്ലേ? ഞാൻ റൈമുച്ചാനെ വിളിക്കുന്നേ. നീ അയാളെ വിളിക്കണ്ട, ഇത് ഞമ്മക്ക് രണ്ടാൾക്കും കൂട്ടി ഡീൽ ചെയ്യാം. ചില്ലറ കുറച്ച് അധികം കിട്ടുന്ന കേസ്. അയാളെ വിളിച്ചെങ്കിൽ കാര്യം നടക്കാൻ. എന്ത് കേസായാലും ശരി, 2-3 ആഴ്ചത്തേക്ക് ഒഴിവില്ല. ഇത് നമ്മളെ നാട്ടായിരുന്നു, മറ്റത് രണ്ടും കർണാടകയിൽ വന്ന. ഇത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് സാപ്പി. ഇത് റൈമുച്ച അറിയാണ്ട് ഒന്നും നടക്കില്ല സാപ്പി. ഞാൻ റൈമുച്ചാനെ വിളിക്കുന്നു. റൈമുച്ച, അയാളെ വിളിക്കണ്ട. എന്താ സിദ്ധി വിളിച്ച? പുതിയ കുറെ ആളെല്ലാം കാണുന്നല്ലോ. ആരാ ഇത്? ഞാൻ പറഞ്ഞോളാം. റൈമുച്ച, ഇത് കർണാടകയിൽ നിന്ന് വന്ന ആള്. നാളെ വേറൊരു ടീം കർണാടകയിൽ നിന്ന് കുറച്ച് സാധനമായിട്ട് നമ്മളെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ആ സാധനം ഓരോന്ന് കെട്ടാക്കിയിട്ട് ഇവർക്ക് കൊടുക്കണം. ഇവര് നല്ലൊരു എമൗണ്ട് ഞമ്മക്ക് തരും. അപ്പൊ ഈ കട്ടുന്ന സാധനം എന്തെന്ന് അറിയണ്ടറാ? അപ്പൊ ഈ സാധനത്തിന് പേരൊന്നുമില്ല. സാധനത്തിന്റെ പേരൊന്നും നിങ്ങൾ അറിയണ്ട. ഞാനും റപ്പി സിദ്ധിയും പോയിട്ട് കാര്യം നടത്തിക്കോളൂ. അപ്പൊ സാധനത്തിന്റെ പേര് ഞാൻ അറിയാനും കഴിയാ, നിങ്ങളെ കൂടെ ഞാൻ വരാനും കഴിയും. അതെന്താ സിദ്ധി അങ്ങനത്തെ ഒരു സാധനം? നാർക്കോട്ടിക്സ് അല്ല റസാപ്പി. അപ്പൊ അതാണ് കാര്യം. സിദ്ധി, ആ മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ റമോനെ, അതൊന്ന് പറഞ്ഞത് എന്റെ നാവുളിക്കിപ്പോവും. റൈമുച്ചാൻ അറിയുന്ന ആളോട് റൈമുച്ച പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ആ അതാണ് സാപ്പി. ഈ കന്നഡികരെ നീ ഏടുന്ന് കൊടുന്നതിന് ആർത്തേക്ക് എന്നെ കൊണ്ടായിക്കോ. നിനക്കുള്ളത് ബയ്യ വന്നിട്ടാകുമ്പോ തരാം. എന്തൊരു തപ്പി, വേറെ ടീമില്ലേട്ടാ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിനാ. നിങ്ങൾക്ക് കഴിയുന്നില്ല അങ്ങ് പറയും, ഞങ്ങൾ വേറെ ആളോ നോക്കോളാം. ഇതിനെ കറക്കൊണ്ട് വന്നത് തമാശ മാറ്റിയാരാ? ഈ പണി ഞങ്ങ ചെയ്യാല. മോനെ സാപ്പിക്കുട്ട, വേറൊരുത്തനെ ചെയ്യാനും വിടാം. സിദ്ധി, കന്നടക്കാരാ, പോകൂന്ന് ചെല്ലണം. പോകൂ. നിങ്ങൾ ബാബായി ഈ കേസ് എടുക്കാല. നീ എന്ത് സാപ്പി, നിന്നെ വിശ്വസിച്ചിട്ടല്ല ഞാൻ ഓരം കൊണ്ട് വന്നിനെ. ഇപ്പൊ എന്റെ മാനം പോകുന്ന കേസായി പോയില്ലേ? ആദ്രാ നീ അಲ್ವಾ ഇവരെ ഗ്യാങ് ലീഡറു? ഒന്നെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ പറയും, ഇല്ലെങ്കിൽ ഹിന്ദിയിൽ പറയും. എനിക്കറിയാലോ നിങ്ങളെ കന്നഡ. അപ്പൊ നിങ്ങളെ ബാക്കിന് വലിയ ബലമില്ല. അല്ല, അടുത്ത അവസ്ഥ കാണുമ്പോ അങ്ങനെ ഉണ്ടായിനെ. അയാളുടെ മുമ്പിൽ നിൽക്കുമ്പോ നിന്റെ മുട്ട് വറക്കുന്നുണ്ടായി. പിന്നെ പാൻറ് ചെണ്ടിയെ പോലെന്നറിയാലോ. യാരവരു? ആ വയസ്സായവരു അവരാണ് ഗ്യാങ് ലീഡർ. അയാളെങ്ങനെ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് നീ കയറാൻ നോക്കുക. അതിനു വേണ്ട എന്ത് ഹെൽപ്പും നമ്മ ചെയ്യും. അയാളെ സ്വലി എന്നേക്കുമായി ഇല്ലാണ്ടാക്കാൻ നമുക്കറിയാം. എന്താക്കുന്ന സാപ്പി, ഈ കേസ് ഞമ്മക്ക് തരുന്ന ആ ഗ്യാങ്ങിന്റെ ലീഡർ നീ ആങ്കി പിന്നെ പിടിച്ചും കിട്ടാറ് നിന്നെ. കുറെ കാലം ഒരാളുടെ കാലിന്റെ കീഴിൽ പട്ടിനെ പോലെ പണിയെടുക്കുന്നത് നല്ലതല്ലേ? ഒരു ടീമിനെ ഫുള്ളായിട്ട് നയിച്ച് രാജയെ പോയി കഴിയുന്നതല്ലേ നല്ലത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്തോ. സാഹചര്യം ഞാനുണ്ടാക്കി. എനിക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി ഒരു ബയ്യന്റെ പണി ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ നല്ല സ്കൂട്ടാവും. എന്തേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? हम तुम में कमरे में बंद हो. എവിടെടാ हमारा सेट? तुम्हारा सेट इधर सेटा. तुम मेरा सेट.
हमारा सेट എവിടെടാ? निंगल इन द सेट पारे ने हमको कुछ भी मालूम नहीं है भाई. എന്ത് സംശയമില്ല ഭായി നിനക്ക്? സാപ്പിക്ക് എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, ഓ ഫോൺ എടുക്കുന്നില്ല. ഇപ്പൊ ജോൻ എങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നു? ഏ ഭയ്യ, ഹമാരാ 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 ഗാഡി, പൈസ പൈസ പൈസ, ചാവി ചാവി എങ്കേ, ചാവി എങ്കേടാ. എനിക്ക് റൈമുച്ച തമിഴും പഠിച്ച. റൈമുച്ച, ഇത് അണ്ണനല്ല റൈമുച്ച, ഇത് ബയ്യന്. അണ്ണനായെങ്കിലും ബയ്യനായെങ്കിലും ഞാൻ ചോദിച്ചതിന് ചാവിക്കണ്ട്, അത് ഓനെടുത്ത് തന്നെങ്കിൽ മതി. हाँ अभी समझ में आया. ऐसा बोलो. കൊടുത്ത കാശ് തിരിച്ച് തന്നില്ലെങ്കിൽ നല്ല പണി കിട്ടു സെറ്റാ. ഞമ്മ ആരെന്ന് ഓൻക്ക് ശരിക്കും അറിഞ്ഞിട്ട് റൈമുച്ച. എനിക്കെല്ലാം അറിയ സെറ്റാ. നീ സേട്ടനെ വിട്ട് സാവിത്ത. ചാബി ഇല്ല സെറ്റാ, ചാബി സെറ്റ് കൊണ്ടുപോയി. ചാബി കിട്ടണമെങ്കിൽ കാശ് കൊടുക്കണം സെറ്റാ. നമുക്കും ഉണ്ട് സെറ്റാ, ആളും പാടും. അറിയോ സെറ്റാ കളിക്കുന്നത്. നീ എന്തിനാ കാസർഗോഡ് വന്നിട്ട് ആളാക്കുന്ന? നിന്റെ പള്ളക്ക് കത്തി കയറ്റും നിന്റെ ആളും പാടും. വേണ്ട സിദ്ധി, ഞമ്മക്ക് കൈയിടാൻ പറ്റിയ ടീമൊന്നുമല്ല ഇത്. ഇത് വെറും ചെയ്യല് കേസ്. ഞമ്മക്ക് വേണ്ട അവന്റെ സേട്ടിനെ. വേണ്ട അതിന്റെ സേട്ട്. ഇല്ല സെറ്റാ, ഹമാരാ സെറ്റ് को तुम कुछ भी नहीं कर सकते. കുമ്പള സേനായിനെ പൊക്കി ഞങ്ങൾക്ക് എന്തിനാ നിന്റെ ചീള് സേട്ട്? ആ സേട്ട് എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയും. പറയും നിന്റെ സേട്ടുവിനെ കണ്ടിട്ട് നമ്മളൊരു വരവ് വരും. നിന്റെ സേട്ട എന്നുള്ളത് ചേട്ട എന്ന് വിളിപ്പിക്കാൻ. കേട്ടോടാ സേട്ട. ഇതാണ് ആ പയ്യന്റെ ഗോഡൗൺ. സിദ്ധി, ഈ കാണുന്ന ഗോഡൗണിന് മുമ്പിൽ കാണുന്ന ആ ഷട്ടറല്ലാണ്ട് ബാക്കിൽ 2 വഴി കൂടിയുണ്ട്. ഒന്ന് തെക്ക്, ഒന്ന് പടിഞ്ഞാറ്. പണ്ട് മംഗലാരക്കാർ റോഡ് ബ്ലോക്ക് ആക്കിയ പോലെ ആ സേട്ടിന് ഇറങ്ങാൻ ഒരു ഗഡ പോലും കൊടുത്തിടാൻ കഴിയല. നിങ്ങൾ ബാക്കിലോട്ട് പോയിക്കോ.